എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും കുറേ നാളായാലും വീഡിയോ കണ്ടിട്ട് എവിടെയായിരുന്നെന്ന്. അപ്പം എനിക്ക് കുറച്ച് വയ്യായ്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ചുമയും സൗണ്ട് എല്ലാം മാറിയിരുന്നേ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞേ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുളച്ചന്ദ്രൻ അമ്പലത്തിലെ ഉത്സവത്തിന് മുന്നേ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഏട്ടനും അമ്മയും കൂടെ രാത്രി പരിപാടി കാണാൻ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് എന്താണ് പള്ളിയിലെ എന്തോ പരിപാടി, എന്താണ് പെരുന്നാളായിരുന്നെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അലങ്കാരങ്ങളൊക്കെയാണ് സൈഡിൽ കാണുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇനി മൺട്രോത്തുരത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ദാണ്ടെ മൺട്രോത്തുരത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ചേച്ചിയും അമ്മയും ആദ്യം എല്ലാവരും റെഡി ആയിട്ട് നിന്നെയാ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അജിത്തണ്ണനും സുജിത്തണ്ണൻ, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡാണ് അജിത്തണ്ണനും അജിത്തണ്ണൻ്റെ ചേട്ടനുണ്ട് സുജിത്തണ്ണൻ. അങ്ങനെ അവർ ക്ലബ്ബുകാരെല്ലാവരും കൂടെ നടത്തുന്നൊരു പരിപാടിയായത്. സാധാരണ എല്ലാ വർഷവും ഗാനമേളയാണ് നടത്താറുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ ഈ വട്ടം ഇതിനകത്ത് ഗാനമേള ഉണ്ടായിരുന്നു, ഒരു കോമഡി സ്കിറ്റ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ചേർന്നൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലെത്തിയപ്പോൾ ഓൾറെഡി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കാർ പാട്ടൊക്കെ പാടിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറകെ നിന്ന് കുറേ നേരം ഇങ്ങനെ കണ്ടു. അപ്പം അമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ ചുഴിഞ്ഞ് നോക്കുന്നുണ്ടോ, കാരണം ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്, ഒന്നും കാണാൻ വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയും പിടിച്ചുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ പോയി ഇരുന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അമ്മയൊക്കെ ഉണ്ട്, മണിയമ്മയൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരോടും ഇങ്ങനെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ പറയായിരുന്നു നമുക്ക് ഫ്രണ്ടിൽ പോയിരിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവരെയും പൊക്കിക്കൊണ്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയി ഇവിടെ ഇരിക്കാമെന്ന് കരുതി. അപ്പം ചേച്ചി സംസാരിക്കുന്ന രണ്ടാൾക്കാർ ചേച്ചിയുടെ ഹോം സ്റ്റൈൽ ഗസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അവിടുന്ന് പെട്ടെന്ന് അവരെ കണ്ടപ്പം പോയി ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത്. ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോൾ നല്ലപോലെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ പരിപാടി തീരുന്നവരെ അവിടെ തന്നെ ഇരുന്നയാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്കിറ്റായിരുന്നു, കോമഡി സ്കിറ്റില്ലേ, അതായിരുന്നു കേട്ടോ. കവി അതിനെ സംഭവം അറിയോ, നമ്മുടെ ഈ ക്ലബിന്റെ ഒരു പ്രവർത്തനം ശംഭു വെച്ച് ക്യാൻസർ വന്ന് മരിച്ചുപോയി. അപ്പൊ പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നതാണ് ശംഭു ആർട്സ് ആൻഡ് സ്പോർട്സ്. പിന്നെ സാധാരണ ഇപ്പോൾ സ്കിറ്റൊക്കെ കാണുന്നത് ടി വിയിലും ഫോണിലും ഒക്കെയാണ്. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു അമ്പലപ്പറമ്പ് ഇരുന്ന് സ്കിറ്റൊക്കെ കണ്ടേ, അതൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞൊരു ഒരു പെർഫോമൻസ് ആയിരുന്നു, ഒരു ഡാൻസ് കൈൻഡ് ഓഫ് പെർഫോമൻസ്. ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ ടി വിയിൽ ഫോണിലും ഒക്കെ ഇങ്ങനെ ചാടി മറിഞ്ഞ് മേളിക്കൂടെ ചാടിയൊക്കെയുള്ള പരിപാടികൾ കണ്ടിട്ടുള്ളത്. അതും എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. അപ്പം ഞാനും ചേച്ചിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കാണുകയാണ് കേട്ടോ. പാട്ട് പാടുന്നവർ നല്ലതായിരുന്നു, നല്ല എനർജറ്റിക് ആയിട്ടായിരുന്നു പാട്ടൊക്കെ പാടുന്നത്. അതുപോലെ തന്നെ നല്ല സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ച് പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ചെത്തുപിള്ളേരുടെ പാട്ട് വരെ നമ്മുടെ 90s കിഡ്സിൻ്റെ പഴയ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. മൊത്തത്തിൽ ഒരു മിക്സഡ് കോംബോ ആയിരുന്നു എന്ന് പറയായിരുന്നു ഈ പ്രോഗ്രാം.
ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരോട് ഇച്ചിരി അസൂയുണ്ട് കേട്ടോ. കാരണം അവർ ഡാൻസ് ഒക്കെ കളിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കളിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തൊരു സങ്കടം. പക്ഷെ ഞാൻ ഉത്സവത്തിനൊന്ന് കളിച്ചായിരുന്നു കേട്ടോ, പൊള്ളിയായിരുന്നു. അങ്ങനെ 1-2 പാട്ടൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ആ സ്കിറ്റ് ടീമിന്റെ ഒരു കോമഡി സ്കിറ്റായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ചിരിച്ചു മറിയുമായിരുന്നു. പിന്നെ അവിടെ എവിടെയൊക്കെ സൗണ്ടൊക്കെ കാരണമാണ് ഈ മ്യൂട്ട് ചെയ്ത് കാണിക്കുന്നത് മിക്കതും കേട്ടോ. നിങ്ങളുടെ പരിപാടി കാണാൻ പതിവില്ലാത്ത ജനക്കൂട്ടാട്ടോ. അയ്യോ 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 ഓ അയ്യോ. എന്നാ പിന്നെ അനൗൺസ്മെന്റ് ചെയ്ത് പരിപാടി തുടങ്ങിയട്ടെ. ആയിക്കോട്ടെ, പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ബാല്യ ആരംഭിക്കുന്നു. പുണ്യപുരാതനമായ ഈ അയ്യോ ആരാണോ ബൈക്ക് സ്റ്റാർട്ടാക്കിയത്? മൈക്ക് സ്റ്റാർട്ട് ചെയ്തല്ല, അമ്പലത്തിന്റെ പേര് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് എങ്ങോട്ടേ പോണേ? വല്ല ദേവീക്ഷേത്രത്തിനും പരിപാടി പിടിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ആ കോമഡിയൊക്കെ കണ്ട് ചിരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അത് കഴിഞ്ഞൊരു കിക്കിടിലം ഡാൻസ് പെർഫോമൻസ് വന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ഈ പരിപാടി എല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മമാരിത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കേട്ടോ. ഉത്സവ പറമ്പിലൊക്കെ വന്ന് നമ്മൾ ഇതൊന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം തന്നെയല്ലേ അവർക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെയും കൂടെ ഒക്കെ കൊണ്ടുവന്ന് കാണിക്കണം ഇത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരനാണ് ചെയ്തത്. ഈ പുള്ളി ആദ്യം തൊട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അടുത്ത പരിപാടി ഡാൻസ് ആണ്, അടുത്ത പരിപാടി പാട്ടാണ്, ഇതൊക്കെ അനൗൺസ് ചെയ്യുന്ന പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അയ്യോ ആ പാവത്തിന് അത് മാത്രമല്ല ജോലിയുള്ള കഴിവൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ദൈവമേ, പക്ഷേ മൈക്ക് അങ്ങോട്ട് പിടിച്ച് ഈ പരിപാടി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മ കിടില വരും. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. മനുഷ്യൻ നമ്മുടെ ഇന്നത്തെ ഒരു തിരുവുത്സവത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യൻ ഒരു വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാനുള്ളത് കാണാം. മനുഷ്യരുടെ ശബ്ദത്തിലേക്ക് മാറുകയാണ്. അതുപോലെ കാണാം നമ്മുടെ സ്വന്തം മനുഷ്യനും. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരു കൈയ്യടി തന്നെ. അപ്പൊ എന്തായാലും ഈ ഒരു പരിപാടിയിൽ എനിക്ക് വരാൻ പറ്റിയതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഒരു രക്ഷയില്ലാത്ത എനർജി അവിടെ. പരിപാടി തുടങ്ങുന്ന സമയത്ത് തുടങ്ങിയ ഡാൻസാ, അത് തീരണ വരെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ ഒരുപാട് നല്ല കലാസ്വാദകരുണ്ട്. നിങ്ങൾ തരുന്ന വലിയ സപ്പോർട്ടിലാണ് ഓരോ പാട്ടുകളും പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ പൊളിയാണെന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മണിച്ചേട്ടൻ്റെ സൗണ്ടാണെന്ന് മനസ്സിലാവത്തില്ലേ? അടുത്ത ഏത് ആക്ടറിൻ്റെ സൗണ്ട് ആണെന്ന് നിങ്ങൾ ആ പേര് പറയുന്നതിന് മുമ്പേ ഒന്ന് ഗസ് ചെയ്ത് കമന്റ് ഇടാവോ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡി അതെന്റെ അമ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ആംബുലൻസിൽ അമ്മയും ഞാനും ചേട്ടനും ആക്ച്വലി വേറൊരു വണ്ടിയിലായി. ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇനി അമ്മ എന്ത് ചെയ്യും? അതിനുള്ള വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ നിന്ന് സംസാരിക്കുന്ന ഈ പൃഥ്വിരാജും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഇന്ദ്രജിത്തും. ഗസ്സൊക്കെ കറക്റ്റായിട്ട് വന്നോ? എങ്കിൽ അടുത്ത സൗണ്ട് കൂടെ ഒന്ന് ഗസ് ചെയ്ത് കമന്റ് ഇട്ടേ ആരുടെയാണെന്ന്. അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് നാളുകളായി കഷ്ടപ്പെട്ട് ഞങ്ങളെ ഈ നിലയിലാക്കിയതിന്റെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒരു 15 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പം ഞാൻ സാധാരണ ഒരു 10 മിനിറ്റിനകത്തുള്ള വീഡിയോ ഒക്കെ എടുത്തോളൂ. എനിക്കിതൊന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല കേട്ടോ. നല്ല രസമില്ലേ? നല്ല കഴിവില്ലേ അവർക്കൊക്കെ? നമുക്കൊക്കെ എന്തേലും പറ്റുമോ? ഞാനിപ്പോഴും പണ്ടത്തിലെ പൂച്ചയുടെയും കാക്കയുടെയും ഒക്കെ സൗണ്ട് എനിക്കിപ്പോഴും അറിയത്തോളൂ. നല്ല രസമില്ലേ? അതുകൊണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തില്ല കേട്ടോ. മൊത്തം നിങ്ങൾ കാണും. എൻജോയ്.
മലയാള സിനിമയിൽ മിമിക്രിയിൽ നിന്നും തൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട താരം സുരാജ് വെഞ്ഞാറമ്മൂട് നമ്മുടെ ഒരു വേദിയിൽ വരികയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് കാണാം. സുരാജ് വെഞ്ഞാറമ്മൂട്. ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും കൂടെ ഒരു കൈയ്യടി തന്നെ. കാരണം ഇവിടെ ഞാൻ വന്ന സമയത്ത് എൻ്റെ കാർ ഇവിടെ ഞാൻ വന്ന് ഡോർ തുറത്ത് ഇറങ്ങിയ സമയത്ത് ഇവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കരുതി ഇവിടെ തന്നെയാണോ കൃത്യമായി പരിപാടി നടക്കേണ്ട സ്ഥലമെന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ ഗ്രൗണ്ട് നിറയെ ആളുകളാണ്. നിങ്ങളാണ് യഥാർത്ഥ ഓഡിയൻസ്. കാരണം ഓരോ പരിപാടിക്കും കൃത്യമായ കൈയ്യടിയും ആസ്വാദനവും നൽകി സ്റ്റൈലിലേക്ക് ഒന്ന് പോവാം. നമ്മുടെ പ്രോഗ്രാമിന് വിജയ് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം. സൂര്യ, നമുക്ക് നോക്കാം. ഓക്കെ. ரொம்ப சந்தோஷமா இருங்க. எல்லாரும் சேர்ந்து ஒரு கை தட்டலாமா? உங்களை எல்லாரும் எனக்கு ரொம்ப റെഡി? അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു സീൻ റെഡിയാണോ? സിംഗം എന്ന അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു പവർഫുൾ ആയിട്ടുള്ള സിനിമയാണ്. അപ്പൊ നമ്മൾ സിംഗം എന്ന സിനിമയിൽ സൂര്യയും പ്രകാശ് രാജും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ സീനിലേക്കാണ് പോകുന്നത്. ആദ്യം സൂര്യ വന്ന ഭയങ്കരമായിട്ട് പഞ്ച് ഡയലോഗ് പറയുന്നതായിരിക്കും. പുറകെ പ്രകാശ് രാജും കൂടെ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കാണാം. കുറിച്ചിട്ട് എനിക്ക് ഒരു ഭീകരത വേണം. ഓക്കെ. അപ്പൊ സൂര്യ ഫാൻസ് ആ ചേട്ടന്റെ പ്രത്യേകം ഡെഡിക്കേറ്റിയാണ്. അപ്പൊ പോവാം സിംഗം എന്ന സിനിമയിലെ ആ സീനിലേക്ക്. என்ன சொன்ன? சும்மா ஒயிட் பேப்பர் பார்த்து அரசு வந்து பயப்பட்டு இல்ல. அரசு வந்து இல்ல. என் ப்ரமோஷனோட ஒரு சாதாரண போலீஸ்காரர்கிட்ட என்ன காட்ட முடியும்னு கேட்டீங்களா? இப்போ அசிஸ்டன்ட் கமிஷனர் ஆஃப் போலீஸ் ஆன்டி கிட்னாப்பிங் ஃபோர்ஸ் அன்னைக்கு 12 புல்லட், இன்னைக்கு 36 புல்லட் உள்ள துண்டை காண துணியை காணா. இது ஊரை விட்டு ஓட வைக்கிறேன்டா. அது பத்தி லொகேஷன் சொல்லலாம். தமிழ் நீ எங்க வேணாலும் முட்டிக்கோ, எது வேணாலும் மோதிக்கோ. செல்லாம் லவ் யூ டாக்டர். மயிலாகணும் கோட்டைடா. லவ் யூ. താങ്ക് യു. ചേച്ചിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പരിപാടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് പരിപാടിയുടെ വീഡിയോ എടുക്കും, പിന്നെ ഞങ്ങളുടെ വീഡിയോ എടുക്കും, പിന്നെ അവിടുന്ന് പരിപാടി കാണും. ഇതായിരുന്നു എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയെ ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഉറക്കം കാണാൻ വരുന്നുണ്ടോയെന്ന്. ഇല്ല, അമ്മ ഫുൾ പവർ ഓണിലായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ കിടിലോ കേട്ടപ്പോഴത്തേക്ക് ഡാൻസിൻ്റെ ആ ഒരു എക്സ്ട്രീമിലെത്തി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പെമ്പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുന്നതാണ് ഒരു രോമാഞ്ചം വരും സത്യം പറഞ്ഞാൽ. എന്തായാലും അന്ന് എനിക്ക് പറ്റിയില്ല, കാരണം എൻ്റെ ടീംസ് ആരും ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടൊരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡാൻസ് കാണുന്നത്. നിങ്ങളോ? അടിപൊളിയായിരുന്നു നേരിട്ട് കാണാൻ. കാരണം സ്റ്റേജിലെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് അവരുടെ ഡ്രസ്സിൻ്റെ അറ്റത്ത് എന്തോ LED ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലൈറ്റിൽ ഇങ്ങനെ ആ ഒരു പാട്ടിലെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞൊരു കിടിലൻ പാട്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസിന് പറ്റിയൊരു പാട്ടൊക്കെ ആയിട്ടാണ് അടുത്ത ടീം വന്നത്. നേരത്തെ നമ്മുടെ LED ലൈറ്റ്സ് വെച്ച് ഡാൻസ് കളിച്ച ടീമിൻ്റെ ഡാൻസ് ആയിരുന്നു ഈ പാട്ട് കഴിഞ്ഞ് അടുത്തത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ദൈവമേ ഡാൻസ് വരണേ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആ ടീമിൻ്റെ ഡാൻസ്.
പരിപാടിയൊക്കെ ഏകദേശം നാണ്ട് തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ പോകാമെന്നൊക്കെ കരുതി. പിന്നെ നമ്മൾ വീണ്ടും പാട്ട് വരുമ്പോൾ ഡാൻസ് വരുമെന്നൊക്കെ നോക്കി കുറച്ച് നേരം ഒന്ന് നിന്നു. അങ്ങനെ ലാസ്റ്റ് പ്രോഗ്രാം കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോഴത്തേക്ക് താണ്ട് ആദിയും ഏട്ടനും എത്തിയിട്ടുണ്ട്. അവരവിടെ ക്യൂ തേരാപ്പാര നടന്ന് പരിപാടിയൊക്കെ കണ്ടിട്ടുള്ള വരവാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. അങ്ങനെ താണ്ടെ നമ്മുടെ ഏകദേശം പരിപാടിയൊക്കെ തീരാറായിട്ടുണ്ട്. ലാസ്റ്റ് മറ്റൊരു ഫ്യൂഷൻ സോങ് പോലായിരുന്നു അത് കേട്ടോ. എന്നുവെച്ചാൽ എല്ലാ ടീമാരോടും വന്ന് പാട്ടൊക്കെ പാടി അടിച്ചു പൊളിക്കായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും ഇരുന്നിടത്തൊക്കെ എണ്ണീറ്റ് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളങ്ങ് വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗാനമേളയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പം നമ്മളന്ന് പരിപാടി കഴിഞ്ഞ് വീട്ടിൽ നിന്നില്ല. ഞങ്ങൾ നേരെ അന്ന് പൊരിക്കൽ പോയി. കാരണം പിന്നെ ഉത്സവത്തിന് കുറച്ച് ദിവസമോടെ ഉള്ളായിരുന്നു. ഞാനൊരു 3-4 ദിവസം വീട്ടിൽ ഉത്സവത്തിനുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരൊറ്റ വ്ളോഗ് എടുത്തില്ല കേട്ടോ. ഉത്സവത്തിന് അന്ന് പോകുന്ന ഒരു ഷോർട്ട് വീഡിയോയും അതിന് മുന്നേ ഉള്ളൊരു ഷോർട്ട് വീഡിയോയും മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര പനിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എന്താണ് എനിക്ക് ചുമയും പനിയൊക്കെ ഇപ്പോഴായതുകൊണ്ട് ആ വീഡിയോ ഇടാഞ്ഞെന്ന്. അപ്പോൾ എനിക്ക് ആ ഉത്സവം കഴിഞ്ഞേ ഭയങ്കര പനിയായി. അയ്യോ ഒന്നും പറയണ്ട. ഞാൻ എൻ്റെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതാ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടുന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.